ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മൂർത്തി കാർത്തികേയനെ വിളിച്ചിട്ട് പറയാണ്, നന്ദിനിയെ കൊടുക്കാനുള്ള ഏറ്റവും വലിയ വഴി കിട്ടിയിട്ടുണ്ട്. എൻ്റെ മകനെ അവള് വിളിച്ചിരിക്കുകയാണ്. ആ കാർത്തു ഇല്ലേ, അവളുമായിട്ട് എന്ന് പറയണേട്ടോ. എന്നാൽ അത് മുതലെടുക്കണമെന്ന് പറയാണ്. തീർച്ചയായും അതിനുള്ള പ്രതിഫലം കിട്ടിയിരിക്കുമെന്ന് കാർത്തികേയനും പറയുന്നു. അങ്ങനെ കാർത്തികേയൻ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി പെട്ടെന്ന് വിളിക്കുന്നത് ഈ പറയുന്ന പത്മയെ തന്നെയാണ് കേട്ടോ. അപ്പൊ പത്മ ചോദിക്കണേ, എന്തായിടോ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചതുപോലെ നടക്കുമോ? എൻ്റെ മകൻ അവളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ചോദിക്കാനിട്ടാ. ഇത് കേട്ടോടെ തന്നെ തീർച്ചയായും അതിനുള്ള ഒരു അവസരം ഒത്തു വന്നിട്ടുണ്ട്. അതെന്ത് എന്ന് ചോദിക്കുമ്പോൾ, അവിടെ അനിയത്തി കാർത്തുമില്ലേ, എൻ്റെ ഇവിടുത്തെ വേണ്ടപ്പെട്ട ഒരു മൂർത്തി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനില്ലേ, അവന്റെ മകൻ അവളുമായി ഒന്ന് ഉടക്കിയിട്ടുണ്ട്. അതിനെ ചൊല്ലി നന്ദിനി ഇന്ന് അവരുടെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിൽ വെച്ച് അവളുടെ കയ്യിൽ കയറി പിടിക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവന് തിരിച്ചടി കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇനി അത് ചെയ്യാൻ പോകുന്നു എന്ന സത്യം വെളിപ്പെടുത്തിയിട്ട. അങ്ങനെ ഈ സത്യങ്ങൾ അറിയുമ്പോൾ ഇങ്ങനെ പത്മ പറയുന്നുണ്ട്, അവൾക്ക് ഒടുക്കത്തെ തലഭാഗ്യമാണ്. ഒരിക്കലും അവൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. ആ പഴുതുകൾ നിങ്ങൾ അടിച്ചിരിക്കണമെന്ന് തീർച്ചയായും പറയുമ്പോൾ, തീർച്ചയായും മേഡം ഞങ്ങളത് ചെയ്തിരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാർത്തിക പത്മജയ്ക്ക് വാക്ക് കൊടുക്കുമ്പോൾ ഇനി തന്റെ മകൻ ഫ്രീ ആയി തന്നെ നാട്ടിൽ നിന്ന് തിരികെ എത്തുന്ന ഒരുപാട് പ്രതീക്ഷകളാണ് കേട്ടോ. ഇതേ സമയം തൻ്റെ പെങ്ങളെ തൻ്റെ അനിയത്തെ സുരക്ഷിതമാക്കിയെന്ന ആ ഒരു തോന്നലാണ് നന്ദിനിക്ക്. അങ്ങനെ സുദേവൻ ഇങ്ങനെ നാട്ടുകാർക്ക് മുന്നിൽ തൻ്റെ മരുമകനെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലോട്ട് എത്തുമ്പോൾ, എന്താ സാറേ എൻ്റെ നാടൊക്കെ ഇഷ്ടമായോ എന്ന് പറയുമ്പോൾ താൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന ടൗണും ഈ പറയുന്ന നാട്ടുമ്പുറമൊക്കെ കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് എന്ന് പറയണട്ടോ. പിന്നീടാണെങ്കിലോ വല്ലാത്തൊരു സുഖം എന്ന് പറയണേ. എന്നാൽ ഈ സമയം മുത്തശ്ശിയാണെങ്കിലും ഇനി കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് എണ്ണയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുളിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശി നന്ദിനി ഈ രാസനാദി പൊടി ഒന്ന് നെറുകിൽ ഇട്ട് കൊടുക്കുക പറയട്ടെ. അങ്ങനെ ആ രാസനാദി പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യണം, തലക്ക് വല്ലാത്തൊരു പെരുപ്പം തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുന്നുട്ടോ. ഇതേസമയം നന്ദിനിയുടെ മടയിൽ കിടക്കുന്നത് കാണുമ്പോൾ കാർത്തുവിനും പിച്ചുവിനൊക്കെ ഒരുപാട് സന്തോഷമാവണേട്ടോ. അങ്ങനെ കാർത്തു ഓടിച്ചെന്നിട്ട് മുത്തശ്ശിയോടും തന്റെ അച്ഛൻ സുദേവനോട് ചെന്ന് പറയണേ, ഇതാ ഇങ്ങ് വന്നേക്കൊരു നല്ല രസമുള്ള കാഴ്ച കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ സൂര്യയെ മടയിൽ കിടത്തി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്ന ആ രംഗയ്ക്ക് കാണുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവാനായിട്ടാ. അങ്ങനെ അന്നത്തെ ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും നല്ലൊരു ദിവസമായിരിക്കും. തന്റെ അനിയത്തിമാരും അതുപോലെ തന്നെ തന്റെ ഭാര്യ വീട്ടുകാരും അത്രയും പണവും പ്രതാപവും ഒന്നും ഇല്ലെങ്കിലും അവരുടെ ആ ഒരു സ്നേഹം കൊണ്ട് ഒരുപാട് സന്തോഷവാനായിരിക്കാനായിട്ടോ. തനിക്കൊരു മദ്യത്തിന്റെ ആവശ്യം പോലും അവിടെ വേണ്ടി വന്നില്ല എന്നുള്ള ആ സന്തോഷത്തോടു കൂടി ഇങ്ങനെ വളരെ സന്തോഷവാനായി തന്നെ ഇങ്ങനെ സൂര്യ കഴിഞ്ഞുകൂടാൻ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അന്ന് ഇവരുടെ ക്ഷേത്രത്തിലെ പൂരമാണല്ലോ, അതുകൊണ്ട് തന്നെ വെളിച്ചപ്പാട് രാവിലെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ ഈ നെല്ലൊക്കെ ആ പറയിലോട്ട് ഇട്ട് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാനോ എന്ന് ചോദിക്കുമ്പോൾ, നീ തന്നെയല്ലേ ഇവിടുത്തെ അതിഥി, നീയല്ലേ ഇവിടുത്തെ മൂത്ത മകൻ, നീ ചെയ്യുന്നത് സുദേവൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്റെ അച്ഛന്റെ ഇഷ്ടപ്രകാരം തന്നെ സുദേവന് വേണ്ടതുപോലെ തന്നെ നന്ദിനിയെ സന്തോഷിപ്പിക്കാൻ തന്നെ സൂര്യ എല്ലാ കാര്യങ്ങളും ആ പൂരത്തിന്റെ ആ ചടങ്ങുകളെല്ലാം വെളിച്ചപ്പാട് വരുമ്പോൾ ചെയ്തു കൊടുക്കണം കേട്ടോ. അതൊക്കെ കണ്ട് സൂര്യയുടെ മനസ്സ് ഒരുപാട് നിറയാണ്. അങ്ങനെ പിന്നീട് മുത്തശ്ശി പറയണേ, ഇന്ന് കാവിലെ ഉത്സവമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ ഒരുപാട് കളികൾ ഉണ്ടാവും, അതിലോട്ട് പോവാ എന്ന് പറയണേ. അങ്ങനെ തന്നെ അനിയത്തിമാരെയും കൂട്ടി അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. സൂര്യയും പിച്ചുവും കാർത്തും സുദേവനും ഈ പറയുന്ന മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് പോവാണ്. ഇതേ സമയമാണെങ്കിൽ അവരെ ഒരുപാട് കളറുകൾ മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു കളിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവര് ആ കളറുകൾ ദേഹത്തോട്ട് എറിഞ്ഞ് അങ്ങനെയുള്ള കളികളൊക്കെ കളിക്കുന്ന അതിലോട്ട് ആദ്യം ചാടി വീഴേണ്ടത് സൂര്യയാണ്. അപ്പൊ സൂര്യക്ക് അതിന് കഴിയില്ല എന്നുള്ള തോന്നലാണ് നന്ദിനി. പക്ഷെ അവിടെ എല്ലാ കളികളിലും ഫസ്റ്റ് പ്രൈസ് തന്നെ മേടിച്ചെടുക്കുക സൂര്യ തന്നെ ആയിരിക്കട്ടോ. ഒരു നാട്ടുമ്പുറത്ത് നിന്നിട്ടില്ലെങ്കിലും നാട്ടുമ്പുറത്തേതിൻ്റെതായ കളികളെല്ലാം സൂര്യക്ക് അറിയാം എന്നുള്ള ആ ഒരു തോന്നലെല്ലാം നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഇനി നന്ദിനിയുടെ മുറിച്ചെറുക്കൻ വരുന്നുണ്ട് കേട്ടോ. മുറിച്ചെറുക്കനും അച്ഛൻ്റെ പെങ്ങളും കൂടി വരുന്നുണ്ട്. ആ സമയം അവിടെ പറയുന്നുണ്ട് സൂര്യയോട്, ഞാൻ ഒരുപാട് എൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതാണ് നന്ദിനിയെ, എനിക്ക് കിട്ടാത്ത നിധിയാണിത്. അതുകൊണ്ട് മോനെ, ഇവളെ കിട്ടുന്നവർക്കെല്ലാം നല്ല സൗഭാഗ്യമുള്ള ജീവിതമായിരിക്കും. അതുകൊണ്ട് എൻ്റെ മകന് ഇനി സന്തോഷവാനായിരിക്കണം, എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും വേദനിപ്പിക്കരുത് എന്നൊക്കെ ആ അമ്മായി ഈ സൂര്യയോട് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയമാണെങ്കിലോ മുരുകൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും. തൻ്റെ മകൻ
മകൻ കണ്ണനെയും കൂട്ടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ നല്ല തിരിച്ചടി തന്നെ പിച്ചുവിന് കൊടുക്കണല്ലോ. പബ്ലിക്കിൽ വെച്ച് തന്നെ അവളുടെ കൈ കയറി പിടിക്കുകയും അതുപോലെ തന്നെ വലിയൊരു ഇത് തന്നെ ചെയ്യണമെന്നുള്ള ആ ഒരു ഇതായിരിക്കും കേട്ടോ. അങ്ങനെ ഈ ഒരു ഒളിച്ച മത്സരത്തിൽ ആ ഒരു പൂരപ്പറമ്പിൽ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങുന്നുണ്ട്. പിച്ചു, കാർത്തു, അതുപോലെ സൂര്യ, നന്ദിനിക്ക് ഓരോ ഭാഗങ്ങളിലോട്ട് പോവാണ്. ആ സമയം ഇവനാണെങ്കിലോ ഈ മൂർത്തിയുടെ മകനെ കണ്ണനെയും കണ്ണ അങ്ങോട്ടേക്ക് വരികയാണല്ലോ. അങ്ങനെ അവനോട് പറയുന്നുണ്ട്, മൂർത്തി നീ ഒരു കാര്യം ചെയ്യും, നിന്റെ മുഖത്ത് നിറച്ച് കളറുകൾ അങ്ങ് പറ്റിയേക്കുക, അപ്പോൾ നിന്നെ പെട്ടെന്ന് ആരും തിരിച്ചറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കളറുകൾ മുഖത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. അതേസമയം നന്ദിനിയും ഇപ്പൊ ഈ പറയുന്ന കാർത്തും പിച്ചും സൂര്യയൊക്കെ ഈ കളറിൽ ആകെ മുങ്ങി കളിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അങ്ങോട്ടേക്ക് ഇവരുടെ അടുത്തോട്ട് വരികയാണ്. ഈ സമയമാണെങ്കിൽ കാർത്തു തന്റെ ചേച്ചി തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഒളിച്ചു നിൽക്കുന്ന ആ ഒരു സമയമായിരിക്കും. പക്ഷെ കാർത്തു ഒളിച്ചു നിൽക്കുന്നത് ഇവന്റെ കൈകളിലോട്ടായിരിക്കും ചെല്ലുന്നത്. അങ്ങനെ കാർത്തുവിനെ ഈ കണ്ണനെ കയറി പിടിക്കുകയാണ് കേട്ടോ. അതോടുകൂടി എന്നെ വിടുമെന്ന് പറയുന്നുണ്ട്. എടി നിന്റെ ചേച്ചി എന്നെ വെല്ലുവിളിച്ചത് 4 ആളുകൾ കാണിക്കേ മറ്റേ 4 ആളുകൾക്ക് മുന്നിൽ വെച്ച് നിന്നെ കയറി പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിടിച്ചിരിക്കുന്നു ഞാൻ. നിന്നെ എനിക്ക് സ്വന്തമാക്കണം. ഇതിനിടയ്ക്ക് ആരും നോക്കത്തില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ മത്സരങ്ങളും കളികളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ആരും ശ്രദ്ധിക്കില്ല. പ്രത്യേകിച്ച് കളറുകൾ കൊണ്ട് പൊടി മറയിലാണല്ലോ, അതുകൊണ്ട് തന്നെ നിന്നെ ആരും കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ കാർത്ത് ഒരുപാട് പറയുന്നുണ്ട്, എന്നെ വിടൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നന്ദിനിയാണെങ്കിൽ തൻ്റെ അനിയത്തി കാർത്തു എവിടെ പോയി ഒളിച്ചെന്നറിയാൻ വേണ്ടി നന്ദിനി അങ്ങോട്ടേക്ക് ഓടിപ്പറഞ്ഞ് എത്തുന്നുണ്ട്. അപ്പോഴൊന്നും കാണുന്നില്ല. ഈ സമയം കാർത്തു എന്ന് പറഞ്ഞ് വിളിച്ചു വരുമ്പോൾ അത് ഇവൻ കേൾക്കാൻ. അപ്പോൾ അവൻ എന്ത് ചെയ്യും, പെട്ടെന്ന് കാർത്തുവിനെ അങ്ങ് വിടാൻ. കാർത്തു ആണെങ്കിൽ ഇവനെ കണ്ട ഉടനെ തന്നെ പേടിയോട് കൂടിയിട്ട് തൻ്റെ കൈ അങ്ങ് വിട്ടില്ലേ, അതോട് കൂടിയിട്ട് നന്ദിനിയെ കെട്ടിപ്പിടിച്ച് കരയാനായിട്ട്. എന്താ മോളെ, എന്തിനാ നീ കരയുന്നത്? ഒന്നുമില്ല ചേച്ചി, എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനില്ലേ മൂർത്തിയുടെ മകൻ, അവൻ എന്താ നിന്നെ ചെയ്ത് എന്നെ കയ്യിൽ കയറി പിടിച്ച് ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പൊട്ടിക്കരയാനിട്ടോ. ഇതേ സമയം അവനാണെങ്കിൽ ആൾക്കൂട്ടത്തിൽ കളറുകൾ മുങ്ങിയത് കൊണ്ട് തന്നെ കാണില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. പക്ഷേ അവനെ നന്ദിനി കാണുക തന്നെ ചെയ്യാണ്. പിന്നീട് ഒന്നും നോക്കില്ല, അവൻ്റെ കഴുത്തിന് അങ്ങ് പിടിക്കാണ്. എന്നിട്ട് തലകും വിലകും ഇട്ട് അടിച്ചിട്ട്, ഇടാ നീ എൻ്റെ അനിയത്തിയെ കയറി പിടിക്കുന്ന ആരോടാണ് നീ കളിച്ചത്? എൻ്റെ അനിയത്തിമാരെ തൊടാനുള്ള ആ ഒരു അധികാരം ഈ നാട്ടിൽ ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ വിടത്തില്ലടാ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പട്ടിയെ തല്ലുന്നത് പോലെ അവനെ ഇട്ട് തല്ലുന്നുണ്ട് കേട്ടോ. അപ്പൊ എടി എന്ന് പറഞ്ഞ് അവനെ ഇങ്ങനെ നന്ദിനിയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നന്ദിനി എന്ത് ചെയ്യും, അവനെ ഒരൊറ്റ തള്ളാൻ കേട്ടോ. അതോടുകൂടി ഇവർ വരുന്നത് തന്നെ ഒരു കൃഷി ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ട്രാക്ടർ ഉണ്ടല്ലോ, അതിലാണ് ഇവർ വരുന്നത്. ആ രംഗമൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ സൂര്യയാണ് വണ്ടി ഓടിക്കുന്നത്. സൂര്യക്കാണെങ്കിൽ അത് വല്ലാത്തൊരു ഭംഗിയായിട്ട് തന്നെ തോന്നാണ്. അപ്പൊ ആ വണ്ടിയിൽ വെച്ച് ഇവന്റെ തല ചെന്ന് ഇടിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അങ്ങ് ബോധം കെട്ട് താഴോട്ട് വീഴട്ടോ. ഇതോടുകൂടി നന്ദിനി ആകെ പേടിക്കാണ്. അപ്പോഴേക്കും അവിടെ ആളുകളെല്ലാം കൂടുകയാണ്. ഇതേ സമയം എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും വണ്ടി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ആളെ കണ്ണനെ അതിലോട്ട് കയറ്റിയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം നന്ദിനിയെ അപായപ്പെടുത്തി നന്ദിനി ഇല്ലാണ്ടായി എന്ന് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഈ സമയത്ത് മൂർത്തിക്ക് വിളി വരുന്നത് തൻ്റെ മകന് അപകടം പറ്റിയിരിക്കുന്നു എന്നായിരിക്കും കേട്ടോ. പിന്നീട് മൂർത്തി ഒതുങ്ങിയിരിക്കില്ല. മൂർത്തി പോലീസുമായി ചെല്ലാണ് നന്ദിനിയെ അറസ്റ്റ് ചെയ്യാനായിട്ടോ. അങ്ങനെ നല്ല കിടുക്കൻ രംഗമാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്. നന്ദിനിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുന്നുണ്ട്. അപ്പോഴാണ് സൂര്യ ആരെന്ത്, സൂര്യയുടെ പവർ എന്തെന്ന് എന്നൊക്കെ നന്ദിനി മനസ്സിലാക്കാൻ ഇരിക്കുന്നേ.